ഉള്ളം തകരുമ്പോ ശരണം യേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയം യേശുതാൻ. ഉള്ളം തകരുമ്പോ ശരണം യേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയം യേശുതാൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എന്നിൽ കണ്ണുനീർ മാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എന്നിൽ കണ്ണുനീർ മാറ്റിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കിയിടും. നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. എന്നെ നിന്ദിച്ചോർ മുൻപാകെ മാനിച്ചു നിർത്തിയിടും. സോദരർ മുൻപാകെ നിന്ദിതനായിടും. സോദരർ മുൻപാകെ നിന്ദിതനായിടും. ദൈവം മാന്യനെ തീർത്തിടും. എന്നെ ദൈവം മാന്യനെ തീർത്തിടും. എന്നെ പകയ്ക്കുന്നോ കണ്ടു ലജ്ജിച്ചിടാൻ. എന്നെ പകയ്ക്കുന്നോ കണ്ടു ലജ്ജിച്ചിടാൻ. നന്മയ്ക്കായി നിൽത്താൻ അത്ഭുതം ചെയ്തിടും. നന്മയ്ക്കായി നിൽത്താൻ അത്ഭുതം ചെയ്തിടും. പൊട്ടക്കിണറിൽ ഞാൻ തള്ളപ്പെട്ടിടിലും. പൊട്ടക്കിണറിൽ ഞാൻ തള്ളപ്പെട്ടിടിലും. യൗസേഫിൻ ദൈവം താൻ മാനിച്ചുയർത്തിയിടും. എന്റെ യൗസേഫിൻ ദൈവം താൻ മാനിച്ചുയർത്തിയിടും. തീച്ചുള സിംഹക്കുഴി മധ്യജനിലാടും. തീച്ചുള സിംഹക്കുഴി മധ്യജനിലാടും. ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിക്കും. ദൈവം തൻ പൊൻകരത്താൽ എന്നെ വിടുവിച്ചിടും. ആഴിതനാഴവും അഗ്നിതനാളവും. ആഴിതനാഴവും അഗ്നിതനാളവും എന്നെ നശിപ്പിക്കില്ല. യേശുവൻ കരയുണ്ട്. എന്നെ നശിപ്പിക്കില്ല. യേശുവൻ കരയുണ്ട്. ഉള്ളം തകരുമ്പോൾ ശരണം യേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയം യേശുതാൻ. ഉള്ളം തകരുമ്പോൾ ശരണം യേശുതാൻ. ഉറ്റവർ വെറുക്കുമ്പോൾ ആശ്രയം യേശുതാൻ. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ തൂകുമ്പോൾ അരികിൽ വന്നിടും. കണ്ണുനീർ വാർത്തവൻ എന്നിൽ കണ്ണുനീർ മാറ്റിടും. കണ്ണുനീർ വാർത്തവൻ എന്നിൽ കണ്ണുനീർ മാറ്റിടും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് അത്ഭുതവാനും അനുഗ്രഹം ചെയ്യുന്നു. ഹല്ലേലൂയ. കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ നാം പറക്കും. നമ്മുടെ പ്രത്യാശ അതാണല്ലോ. ഹല്ലേലൂയ.
കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും. കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും. ശുദ്ധരോടൊത്ത് ഗാനങ്ങൾ പാടി, ശുദ്ധരോടൊത്ത് ഗാനങ്ങൾ പാടി കർത്തനെ സ്തുതിച്ചിടുമേ, കർത്തനെ സ്തുതിച്ചിടുമേ, കർത്തനെ സ്തുതിച്ചിടുമേ, കർത്തനെ സ്തുതിച്ചിടുമേ. കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും. ലോകത്തിൻ പഴികളും ദുഷികളും കേൾക്കുമ്പോൾ, ലോകത്തിൻ പഴികളും ദുഷികളും കേൾക്കുമ്പോൾ ക്ഷീണിച്ചു പോകാതെ, ക്ഷീണിച്ചു പോകാതെ. ലോകത്തിൻ പഴികളും ദുഷികളും കേൾക്കുമ്പോൾ, ലോകത്തിൻ പഴികളും ദുഷികളും കേൾക്കുമ്പോൾ ക്ഷീണിച്ചു പോകാതെ, ക്ഷീണിച്ചു പോകാതെ. കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും. കാൽവരി ക്രൂശിൽ കാണുന്ന സ്നേഹം, കാൽവരി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാൽ വർണ്ണിച്ചിടാം, ആരാൽ വർണ്ണിച്ചിടാം. കാൽവരി ക്രൂശിൽ കാണുന്ന സ്നേഹം, കാൽവരി ക്രൂശിൽ കാണുന്ന സ്നേഹം ആരാൽ വർണ്ണിച്ചിടാം, ആരാൽ വർണ്ണിച്ചിടാം. കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ, കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും, പറന്നിടുമേ ഞാനും. യേശു എൻ കാന്തൻ ഞാനവൻ കാന്ത, യേശു എൻ കാന്തൻ ഞാനവൻ കാന്ത വെളികളിച്ചിടുമേ, വെളികളിച്ചിടുമേ. യേശു എൻ കാന്തൻ ഞാനവൻ കാന്ത, യേശു എൻ കാന്തൻ ഞാനവൻ കാന്ത വെളികളിച്ചിടുമേ, വെളികളിച്ചിടുമേ. കാഹളനാദം വാനിൽ
വാനിൽ മുഴങ്ങുമ്പോൾ കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും കാന്തേനും കാന്തേയുമായുള്ള വാസം കാന്തേനും കാന്തേയും ആയുള്ള വാസം ആരാൽ വർണ്ണിച്ചിടാം ആരാൽ വർണ്ണിച്ചിടാം കാന്തേനും കാന്തേയും ആയുള്ള വാസം കാന്തേനും കാന്തേയും ആയുള്ള വാസം ആരാൽ വർണ്ണിച്ചിടാം ആരാൽ വർണ്ണിച്ചിടാം കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ കാഹളനാദം വാനിൽ മുഴങ്ങുമ്പോൾ പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും. ഹല്ലേലൂയ. ഈ പ്രത്യാശയുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞങ്ങളുടെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. തിരുവചനം പറയുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, എളിയവരെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പ്രഭുക്കന്മാരോട് കൂടെ, ദേശത്തിലെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ജോസഫിന്റെ ജീവിതം അനേകം ശോധനകളിലൂടെ കടന്നുപോയിട്ട് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക്, 2ാം സ്ഥാനത്തിലേക്ക് ഉയർത്തുവാൻ കർത്താവ് വിശ്വസ്തനായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പലവിധമായ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കടന്നു പോകുമ്പോൾ കർത്താവ് വളരെ ശക്തമായി ഉയർത്തി. ആമേൻ, ഹല്ലേലൂയ. അനേകർക്ക് സാക്ഷിയായി, അനേകർക്ക് ഹല്ലേലൂയ ആശ്വാസമായി തീർക്കുന്ന ദൈവം. ഇന്ന് പൽക്കാലം നമ്മൾ കേൾക്കുവാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു സാക്ഷ്യമാണ്. സിസ്റ്റർ ജലജ ബിജു നമ്മളോടുകൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് US നിന്നാണ്, അറ്റ്ലാന്റയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ജനനത്തിന് മുൻപ് തന്നെ ആമേൻ പലവിധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്ന, ആമേൻ, ഹല്ലേലൂയ, ഒരു ഒത്തിരി പ്രയാസങ്ങളിലൂടെ, ഒത്തിരി പീഡകളിലൂടെയും അനുഭവിച്ച്, ആമേൻ, ഹല്ലേലൂയ, അതിനകത്തൂടെയൊക്കെ ദൈവം കൈവിടാതെ, സ്നേഹസ്വരൂപനായ ദൈവം, ആമേൻ, ഹല്ലേലൂയ, കരത്തിൽ അക്ഷരാർത്ഥത്തിൽ, ആമേൻ, ഹല്ലേലൂയ, കൈകളിൽ വഹിച്ചുകൊണ്ട് ഇന്നയോളം നടത്തിയ, ആമേൻ, സിസ്റ്ററിന്റെ ജീവിതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. സിസ്റ്ററിന്റെ സാക്ഷ്യത്തിലൂടെ തന്നെ നമുക്കത് കേൾക്കുവാൻ ഇടയാകട്ടെ. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ആമേൻ ഇന്നത്തെ സാക്ഷ്യം നമുക്ക് ശ്രവിക്കാം. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് എങ്ങനെയൊക്കെയാണ് ഒരു ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന, ദൈവം മാർക്ക് ചെയ്തിരിക്കുന്ന വ്യക്തികളെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, പ്രയാസത്തിലൂടെ കടന്നു, എത്ര തന്നെ പീഡകളിലൂടെ കടന്നു പോയാലും അവരെ തക്ക സമയത്ത് പുറത്തെടുത്ത്, ആമേൻ, ഹല്ലേലൂയ, അനേകം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ, ആമേൻ, കുലഹീനമായത് തെരഞ്ഞെടുത്ത്, ആമേൻ, ഹല്ലേലൂയ, ദൈവനാമ മഹത്വത്തിനായി ദൈവമാക്കി തീർക്കുന്ന ആ ശക്തമേറിയ സാക്ഷ്യം ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ. ആമേൻ. സാക്ഷ്യം പറയുവാനായി ജലജ ബിജുവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ക്ഷണിച്ചോളുന്നു. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എനിക്ക് തന്ന ഈ വലിയ അവസരത്തിനായിട്ട് ഞാൻ ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദൈവദാസന്മാർക്കും ഞാൻ ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അത് ദൈവം എനിക്ക് തന്നത് ഒരു വലിയ ഭാഗ്യമാണ്.
കർത്താവിനെ കുറിച്ച് പറയാനായിട്ട്, അത് എൻ്റെ ജീവിതത്തിൽ ദൈവം ജീവനുള്ള ദൈവമായി എനിക്ക് വെളിപ്പെട്ട് എന്നെ സഹായിച്ചതിനെ കുറിച്ച് അത് എനിക്ക് പറയാനായിട്ട് കർത്താവ് തന്ന ഈ സൂം പ്ലാറ്റ്ഫോമിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് നന്ദി പറയുന്നു. സിസ്റ്റർ ഇപ്പൊ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തെ എപ്പോഴും ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് വായിക്കാം 1 കൊരിന്ത്യർ 1 അധ്യായത്തിന്റെ 26 തൊട്ട് 30 വരെ 31 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ഞാൻ 27 മാത്രം വായിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഇതാ എൻ്റെ സാക്ഷ്യം. ലോകത്തില് ഒന്നുമില്ലാത്ത എന്നെ, ഒരു എന്നാ പറയുന്ന ഒന്നും കാണാനില്ലാത്ത ഒരിടത്തു നിന്നും എന്നെ ദൈവം വിളിച്ചതിനെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും എനിക്ക് മതിയാകത്തില്ല. അത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ഈ കർത്താവിനെ അറിയുന്നത് എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ്. ഞാൻ 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കർത്താവിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരു ഹിന്ദു ആയിട്ട് ജീവിച്ച സമയത്ത്, അതായത് വിഗ്രഹങ്ങളെ ആരാധിച്ച് അമ്പലത്തിൽ പോയി, അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണ്ടിരുന്ന ഒരു നാളുകൾ. പക്ഷെ ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ച് എന്നെ വീണ്ടെടുത്തു. അതിനായിട്ട് ഞാനത് പറയുമ്പോൾ, എൻ്റെ സാക്ഷ്യം പറയുമ്പം ഞാൻ ആദ്യമേ പറയേണ്ടത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എൻ്റെ അമ്മയുടെ സാക്ഷ്യമാണ് എന്നെ ഇന്ന് ഈ നിലയിലാക്കിയത്. കാരണം എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഒരു ആത്മഹത്യ ചെയ്യാൻ പോയ സ്ഥാനത്ത് നിന്നാണ് കർത്താവ് അമ്മേനെ ഈ ജീവിതത്തിലേക്ക്, ഈ ജീവനിലേക്ക് കൊണ്ടുവന്നത്. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയാണ് ഞങ്ങളെന്ന് ഞാൻ ഏറ്റുപറയുമ്പോൾ എൻ്റെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത് മാത്രം എനിക്ക്, എൻ്റെ ദൈവം മാത്രമാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് സത്യമാണ്, അത് സത്യം. എൻ്റെ ജീവിതത്തിൽ ദൈവം മാത്രമാണല്ല. കാരണം അതുപോലെയാണ് ദൈവം ഞങ്ങളെ വിടുവിച്ചത്. എൻ്റെ അമ്മയ്ക്ക് 30 വയസ്സുള്ള സമയത്താണ് അമ്മ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോയയിടത്ത് നിന്നും, അതായത് ഞാൻ അത് പറയുമ്പോൾ ഞാൻ അമ്മയുടെ ഹിസ്റ്ററി പറഞ്ഞേ പറ്റത്തുള്ളൂ, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ടാണ് അമ്മ ആത്മഹത്യ ചെയ്യാൻ പോയത്. എല്ലാ വഴികളും അടഞ്ഞപ്പോൾ, അത് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, എല്ലാ വഴികളും അടയുമ്പോൾ വഴി തുറക്കാൻ കഴിയുന്ന ഒരുവൻ ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത്. എൻ്റെ അമ്മയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ, ഇത് പറയാനായിട്ട് സത്യത്തിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ദൈവ മഹത്വത്തിനായിട്ട്, കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ഞാനത് പറയുക. എൻ്റെ അമ്മയ്ക്ക് 15 വയസ്സുള്ളപ്പം ഒരു 45-50 ഇയേഴ്സ് എങ്കിലും ഉള്ള ഒരാൾ എൻ്റെ അമ്മേനെ റേപ്പ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് നമ്മളെല്ലാം വളരെ വല്ലാതെ കാണുന്ന പോസ്കോ കേസ്, അന്ന് അതാരും മൈൻഡ് ചെയ്തില്ല. ഒരു പാവപ്പെട്ട വീട്ടിലെ, എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫാദർ അമ്മയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അതിൻ്റെ ഇളയത് 3 സഹോദരങ്ങൾ അമ്മയ്ക്കുണ്ട്. അങ്ങനെ അവരൊന്നുമില്ലാത്ത ഒരു കുടില് ജീവിക്കുന്ന ആ കുടുംബത്തില് ആ ഒരു വല്ലാത്ത ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് ഞാൻ. എനിക്കത് പറയുമ്പം, ഇപ്പം ഞാനത് ഒരു കാലത്ത് ഞാനത് പറയാനായിട്ട് എനിക്ക് സാധിക്കത്തില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് ഒരു വലിയ പ്രിവിലേജ് ആയിട്ട് കാണുക. എന്താ എൻ്റെ പ്രിവിലേജ് എന്നറിയാമോ? അത് മുഖാന്തരമാണ് എനിക്ക് എൻ്റെ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. എനിക്ക് പിതാവില്ലാത്ത സ്ഥാനത്ത് എൻ്റെ ഒരു പിതാവായി തീർന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അമ്മ എന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തി. അപ്പം എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു റിച്ച് മാൻ ആയിരുന്നു. ഒത്തിരി ബിസിനസ്സും അങ്ങനെയൊക്കെയുള്ള. അപ്പം അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ പേടിച്ചു. ആരും എൻ്റെ അമ്മേനെയോ എൻ്റെ അമ്മയുടെ വീട്ടുകാരെയോ സപ്പോർട്ട് ചെയ്തില്ല. എങ്ങനെയെങ്കിലും എന്നെ കൊന്നു കളയണമെന്ന് പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞെങ്കിലും, പലതരത്തിൽ ഇവരെ ശല്യപ്പെടുത്തിയെങ്കിലും എൻ്റെ അമ്മേനെ സമ്മതിച്ചില്ല. കാരണം ദൈവം സമ്മതിപ്പിച്ചില്ല. അതാണ് നമുക്ക് പറയേണ്ടത്. കർത്താവ് എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക.
നമ്മളിതൊക്കെ നോക്കുമ്പോൾ നമുക്കിതൊക്കെ വല്ലാതെ തോന്നും. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. അങ്ങനെ എത്ര പ്രാവശ്യം ആഹ്, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ കൂടെ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ല. ദൈവം അതിന് സമ്മതിച്ചില്ല. ഞാൻ ജീവിച്ചു. ദൈവം എന്നെ വളർത്തി. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പം ആ ഹിസ്റ്ററി ഒരു ചെറുതായിട്ട് ഞാൻ പറയുക. അത് കുറച്ച് നാള് കഴിഞ്ഞപ്പോ അമ്മയെ ഇഷ്ടപ്പെട്ട് വേറൊരാള് കല്യാണം കഴിച്ചു. വളരെ നല്ല ഒരാള്. ഒരു കാത്തലിക് വിശ്വാസത്തിലുള്ള ഒരാളായിരുന്നു. അവര് നല്ലതായിട്ട് ജീവിച്ചു. ഞാൻ എൻ്റെ ഓർമ്മയില് എൻ്റെ ഫാദർ അദ്ദേഹമായിരുന്നു. കാരണം എൻ്റെ എസ്എസ്എൽസി ബുക്കിലും എല്ലായിടത്തും എൻ്റെ അറിവായപ്പോ തൊട്ട് എൻ്റെ ഫാദർ, അദ്ദേഹത്തിന്റെ പേര് എം.ഡി. വർഗീസ് എന്നാണ്. എൻ്റെ ഫാദറിന്റെ പേര് ഇപ്പോഴും എം.ഡി. വർഗീസ് തന്നെയാണ്. എനിക്ക് എനിക്കത് പറയുമ്പം വലിയൊരു സന്തോഷം തോന്നുമായിരുന്നു. അത്രത്തോളം എൻ്റെ ആ പിതാവ്, എൻ്റെ സ്റ്റെപ്പ് ഫാദർ എന്നെ സ്നേഹിച്ചു. അങ്ങനെ ഞങ്ങൾ നല്ലതായിട്ട് ജീവിച്ചു. അതിനിടയിൽ എനിക്കൊരു സിസ്റ്ററും കൂടെ ഉണ്ടായി. ഞങ്ങൾ 2 പിള്ളേരും. എനിക്ക് 11 വയസ്സുള്ളപ്പം ഈ ഫാദറും ഞങ്ങളെ ഇട്ടിട്ട് പോയി. അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഈ ഒരു വിവാഹത്തിന്. പക്ഷെ അവരെ എതിർത്താണ് ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അവരുടെ വീട്ടുകാർ തന്നെ ഒത്തിരി പ്രവർത്തിച്ചു എന്നാണ് എനിക്ക് അന്ന് അത്രയ്ക്കുള്ള അറിവൊക്കെ ഉള്ളൂ. പക്ഷെ ആ അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ഇട്ടിട്ട് പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം, എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അമ്മ ഞങ്ങളെ 2 കുഞ്ഞുങ്ങളെ ആയിട്ട്, അന്ന് എനിക്ക് 11 വയസ്സും എൻ്റെ അനിയത്തിക്ക് 6 വയസ്സേ ഉള്ളൂ. 2 കൊച്ചുങ്ങളെ ആയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് വന്നു. അമ്മയുടെ ബ്രദർ തന്നെ അമ്മേനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. അമ്മയുടെ ബ്രദർ എന്ന് പറഞ്ഞാൽ അമ്മയെക്കാട്ടി 5 വയസ്സിന് ഇളയതാ. അപ്പം ഞങ്ങള് വീട്ടിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ദിവസത്തേക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഭയങ്കര വഴക്കാ എൻ്റെ അമ്മയോട്. ഏത് സമയം അമ്മേനെ അടിക്കുകയും ഞങ്ങളെ ഇറക്കി വിടാൻ നോക്കുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളായി. ഒടുവില് അമ്മ ഒരു മെന്റൽ പേഷ്യന്റ് ആയി. അമ്മയ്ക്ക് മെന്റൽ എന്ന് മാത്രമല്ല, അമ്മ ഒത്തിരി വയലന്റാ. ഏത് സമയത്തും അമ്മയ്ക്ക് എൻ്റെ സ്റ്റെപ്പ് ഫാദറിനെ ഞാൻ വിളിക്കുന്ന അച്ചായൻ എന്നായിരുന്നു. അച്ചായനെ തപ്പി പോവുക, അച്ചായൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാവരോടും പറയുക. അപ്പൊ അവരൊക്കെ പറയുമോ, അങ്ങനെ അവിടെ ഇല്ലെന്ന് പറയുവാണെങ്കിൽ അവരെ എല്ലാം അടിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ആയിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അപ്പോഴത്തേനും അത് കണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്നെ കണ്ടിട്ട് നാട്ടുകാര്, എൻ്റെ ആ കണ്ണുനീര് കണ്ടിട്ട് നാട്ടുകാര് പൈസ പിരിച്ച് എൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ ആ ഡോക്ടർ ചോദിക്കുമ്പം എല്ലാം ഹിസ്റ്ററി എടുക്കേണ്ട എന്നോടാ. അന്ന് അമ്മയ്ക്ക് ഈ അസുഖം വരുമ്പോൾ എനിക്ക് 12 വയസ്സുണ്ട്. 12 വയസ്സുള്ള എന്നോട് ചോദിക്കുമ്പം കരയാനല്ലാതെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയുന്നു, എനിക്കൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ അച്ചായൻ ഞങ്ങളെ ഇട്ടിട്ട് പോയി, അതിനുശേഷം അമ്മ ഇങ്ങനെ ആയത്. അപ്പൊ ആ ഡോക്ടർ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മോളെ കരയാതിരിക്കും, മോക്ക് വേണ്ടി ഞാൻ സഹായിക്കാം, എന്നെ കൊണ്ടാവുന്നത്രയും ഞാൻ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും ആഗ്രഹിക്കാതെ ആ മനുഷ്യൻ, ദൈവത്താൽ അത് സംഭവിച്ചു എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. അദ്ദേഹം നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. അമ്മയ്ക്ക് സൗഖ്യം കിട്ടി. ഒത്തിരി പ്രാവശ്യം ECT കൊടുക്കേണ്ടി വന്നു. അങ്ങനൊക്കെ ഒത്തിരി വിഷമങ്ങളിൽ കൂടെ എല്ലാം, ശരിക്കും പറഞ്ഞാൽ ഒരു മുറിഞ്ഞ ഹൃദയമായിരുന്നു എൻ്റേത്. എന്നുവെച്ചാൽ തകർന്ന ഒരു ഹൃദയം, ഒരു ഡിപ്രസ്ഡ് ഹൃദയം. അറിവായപ്പോ തൊട്ട് ഈ വേദനകൾ ഇങ്ങനെ വന്നു, ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നു. മിക്കവാറും ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും ഞങ്ങൾ എല്ലാവരുടെയും പറമ്പിലായിരിക്കും കിടന്നുറങ്ങുന്നത്. കാരണം എല്ലാ ദിവസവും അമ്മയുടെ ബ്രദർ ഇതുപോലെ അടിച്ച് ഞങ്ങളെ പുറത്തിറക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു ദിവസം അമ്മേനെ ഒത്തിരി അടിച്ചു അമ്മയുടെ ബ്രദർ. അങ്ങനെയാണ് അമ്മ ഈ വീട്ടിൽ നിന്ന് അമ്മേനെ ഇറക്കി വിട്ടു. അങ്ങനെ അമ്മ പോവുകയാണ് ആത്മഹത്യ ചെയ്യാൻ. ട്രെയിനിന്റെ അടിയിൽ തലവെക്കാനാണ് അമ്മ പോകുന്നത്. പക്ഷെ ഞങ്ങളുടെ അവിടെ നിന്നും ഒരു ലാസ്റ്റ് ബസ്സുണ്ട്. ആ ലാസ്റ്റ് ബസ്സിന് അമ്മ കയറി. ആ ബസ്സിൽ കയറി ഇരിക്കുമ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ദൈവം എങ്ങനെ മിറക്കിളായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച്, അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ച് നമ്മളെ ജീവനിലേക്ക് നടത്തുന്ന ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ, അമ്മേനെ ഒരു ഇച്ചിരി പരിചയമുള്ളൂ. അദ്ദേഹം അമ്മയെ കണ്ടിട്ട് ചോദിച്ചു, എവിടെ പോവും? അപ്പൊ അമ്മ പറഞ്ഞു, എൻ്റെ അമ്മയുടെ വീട്ടിൽ പോവാ. അമ്മയുടെ വീട് കുറച്ച് ദൂരെയാ. അപ്പം ആ സമയത്ത് അമ്മയുടെ വീട്ടിൽ ആരും പോകാറില്ല. ആ ലാസ്റ്റ് ബസ്സിന് രാത്രിക്ക് ആരാ പോകുന്നത്? അപ്പൊ അത് കേട്ടപ്പോഴത്തേക്കിന് അദ്ദേഹത്തിനൊരു വല്ലാത്തൊരു സംശയം. ദൈവം അദ്ദേഹത്തോട് പറഞ്ഞത്, ദൈവം അദ്ദേഹത്തെ കൊണ്ട് അമ്മേനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു, പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ ബസ്സിലെ കണ്ടക്ടറോടും ഡ്രൈവറോടും അദ്ദേഹം പറയുക, ഈ സ്ത്രീ പോകുവാണെങ്കിൽ ഇവരിന്ന് മരിക്കും,
അതുകൊണ്ട് നിങ്ങൾ ഈ ബസ് പോകാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങ് പറയുക. വിശ്വാസിയൊന്നുമല്ല, ഒരു യാക്കോബക്കാരൻ. പക്ഷെ ദൈവം അങ്ങനെ ആ ബസ്സിൽ നിന്നും അമ്മേനെ ഫോഴ്സ്ഫുള്ളി പുറത്തിറക്കി അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറിന്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ അവരുടെ വേറൊരു കസിൻ വന്നത് എന്തിനാന്ന് വെച്ചാൽ, എൻ്റെ അമ്മയ്ക്ക് അന്ന് 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സുള്ള ഈ സ്ത്രീയെ, അത് തന്നെയല്ല നാട്ടിലുള്ളവർക്കൊക്കെ അറിയാം അമ്മയുടെ ഈ കാര്യങ്ങളെല്ലാം. ഇങ്ങനെ 2 പിള്ളേരുണ്ട്, ഭർത്താവ് ഇട്ടിച്ചു പോയി, ഇങ്ങനെയൊക്കെ നല്ലൊരു ഹിസ്റ്ററി അല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ എന്തിനീ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം വന്നത്. പക്ഷെ അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരു ചർച്ച് ഓഫ് ഗോഡിലെ ഒരു മെമ്പർ, ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഈ അമ്മയോട് ചോദിച്ചു, എന്തിനാ നിങ്ങള് അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വരുമ്പോഴേ അമ്മ കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞ്, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല, പക്ഷെ എനിക്ക് ജീവിക്കാനും സമ്മതിക്കത്തില്ല, മനുഷ്യൻ മരിക്കാനും സമ്മതിക്കത്തില്ല, എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ അദ്ദേഹം അവിടെ ആ ജീവന്റെ വചനങ്ങളെ അമ്മയോട് പറയാനായിട്ട് ഇടയായി തീർന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത അമ്മ അന്ന് യേശുവിനെ കേട്ടു. യേശുവിനെ കേട്ടപ്പോൾ അതെ, ഇന്ന് നമ്മൾ കേട്ട പാട്ട് പോലെ ആശ്രയമില്ലാത്തടത്തെല്ലാം ആശ്രയമായി വരുന്ന കർത്താവ് അമ്മയ്ക്ക് ആശ്രയമായി തൻ്റെ വചനങ്ങളെ കൊടുത്തു. ആ വചനം കേട്ടതും മരിക്കാൻ കിടക്കുന്നവൻ കച്ചിത്തുരുമ്പി പിടിക്കുമെന്ന് പറയുന്ന പോലെ അമ്മ അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ടു. അമ്മയുടെ കാതിലും കഴുത്തിലും എല്ലാം ഊരി അമ്മ ദൈവത്തെ സ്വീകരിക്കാനായിട്ട് ഇടയായി തീർന്നു. അന്ന് രാത്രിയിൽ തന്നെ ചർച്ചകോടിലെ അന്നുണ്ടായിരുന്ന അവിടുത്തെ ഈ പിന്നെ അച്ചായം പോകുന്ന ചർച്ചിലെ പാസ്റ്ററും അവരെല്ലാം വന്നു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഒരു സ്റ്റാർട്ടിങ്, ഒരു പുതിയ ഒരു വെളിച്ചം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണുക. അങ്ങനെ ചർച്ചുകാർ തന്നെ ഞങ്ങൾക്ക് റെന്റിനൊരു വീടൊക്കെ എടുത്തു തന്ന് അമ്മയും ഞങ്ങളെയും കൂടെ അങ്ങോട്ട് മാറ്റി. അപ്പൊ അമ്മ പോയ സമയത്ത് എന്നെ വേറെ അയലോക്കത്തുള്ള ഒരു അച്ഛന്റെ വീട്ടിൽ ആക്കിയിട്ട്, അവർക്ക് 7 പെൺമക്കളാ, അവരുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ആക്കി. അവരുടെ അച്ഛന്റെ മൂത്ത മകൾ എൻ്റെ അമ്മയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അച്ഛന്റെ ഇളയ മകള് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പം അച്ഛൻ വളരെ സ്നേഹമാണ് അമ്മയോട്. അപ്പൊ അമ്മ ഓർത്തു, അമ്മ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ ആര് വന്നാലും എൻ്റെ കൊച്ചിനെ കൊടുക്കരുത്, ഞാൻ വരുമ്പോൾ മാത്രമേ കൊടുക്കാവുള്ളൂ. അപ്പൊ അമ്മയ്ക്കറിയാം അമ്മ മരിക്കാൻ പോകും, അമ്മ തിരിച്ചു വരത്തില്ലല്ലോ. അപ്പൊ അച്ഛന്റെ 7 മക്കളുടെ കൂട്ടത്തില് ഒരു പെങ്കൊച്ചും കൂടി ഇരുന്നോട്ടെ എന്ന് അമ്മ വിചാരിച്ചു. പക്ഷെ ദൈവം അതിനൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ എനിക്ക് അമ്മയുടെ ലെറ്റർ കിട്ടി. അങ്ങനെ ഞാൻ അമ്മേനെ കാണാൻ പോകുന്നു. ഒടുവിൽ ഞങ്ങൾ ഒരുമിച്ചാകുന്നു. ഞാൻ ഇതൊക്കെ പെട്ടെന്ന് പറയുക, സമയമില്ലല്ലോ. അങ്ങനെ ഞങ്ങള് വിശ്വാസത്തിലേക്ക് എൻ്റെ അമ്മ വിശ്വാസത്തിൽ വന്നു. എനിക്ക് വിശ്വാസമൊന്നും ഒന്നും അറിയത്തില്ല. പക്ഷെ അമ്മ അന്ന് എന്നെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോയി. ആദ്യത്തെ മീറ്റിങ്ങിലൊന്നും എനിക്കൊന്നും ഒരു വ്യത്യാസമൊന്നും തോന്നിയില്ല. മീൻസ് എനിക്കൊന്നും ദൈവത്തെ ഒന്നും അങ്ങനെ വിശ്വാസമൊന്നും തോന്നിയൊന്നുമില്ല. പക്ഷെ ഒരു സൺഡേയില് ഞാൻ ആ ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് അന്ന് പാസ്റ്റർ എന്നെ ഉന്നം വെച്ചാ പറയുന്നത്. പക്ഷേങ്കില് ആദ്യമേ എനിക്ക് മനസ്സിലായി എന്നെ ഉന്നം വെച്ചാ പറയുന്നതെന്നൊക്കെ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ആ വാക്യങ്ങള് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ എഴുതി വെച്ചതുപോലെ എനിക്ക് കിട്ടുമായിരുന്നു. നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവമക്കളാകാനായിട്ടുള്ള അധികാരം കിട്ടുന്നു. അങ്ങനെയുള്ള ദൈവത്തിന്റെ സ്നേഹം, ദൈവം നിങ്ങളെ ഒരു മക്കളെ പോലെ സ്നേഹിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ കേട്ടപ്പം എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര സന്തോഷം വന്നു. കാരണം ദൈവം പിതാവാകുന്നത് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ഒരു സെക്കൻഡും കൊണ്ട് മാറ്റിയതെന്ന്. ആ വചനം പാറയെ അടിക്കുന്ന ചുറ്റിക പോലെ ദൈവത്തിന്റെ വചനം എൻ്റെ ഹാർഡായിട്ടുള്ള ഹാർട്ടിനെ ടച്ച് ചെയ്തു, എൻ്റെ ജീവിതത്തെ മാറ്റി. ഒരു വലിയ രൂപാന്തരം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായി. പാസ്റ്റർ ഇരുന്നതും പാസ്റ്റർ പറഞ്ഞു, ആർക്കെങ്കിലും കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചാടി എഴുന്നേറ്റു എൻ്റെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായ വലിയ വ്യത്യാസത്തെക്കുറിച്ച് എനിക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഒരു മനുഷ്യരോട് എനിക്കതൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞു. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം. ഞാൻ കുഞ്ഞിലേ തൊട്ട്
സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വളരെ മിടുക്കിയായിരുന്നു പഠിക്കാൻ. ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ എപ്പോഴും ഫസ്റ്റാ. അതുകൊണ്ട് എൻ്റെ അച്ചായനുള്ളപ്പോൾ എപ്പോഴും പറയുമായിരുന്നു, അവളെ പഠിപ്പിച്ച് നിന്നെ ഡോക്ടറാക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി നല്ല നല്ല പ്രതീക്ഷകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്രതീക്ഷയും പോയി. സകല പ്രതീക്ഷയും പോയി. ഞാൻ ആ സമയത്ത് 10th ഗ്രേഡിൽ പഠിക്കുവാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മുന്നോട്ടൊരു വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്തൊരു സമയത്താണ് സ്വർഗത്തിലെ ദൈവം എനിക്കായിട്ട്, എൻ്റെ സ്വന്തം പിതാവായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അതെനിക്കൊരു വലിയ മാറ്റമായിരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചു. അന്ന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് ഞാൻ ദൈവവചനം എടുത്തു. ദൈവവചനം എടുത്തു എന്ന് മാത്രമല്ല, ആർത്തിയോടെ ദൈവവചനം വായിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വചനത്തിലുണ്ടല്ലോ, നമ്മള് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പത്രോസ് പറയുന്ന പോലെ. എനിക്ക് വചനമൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് ആ വാഞ്ചയാ, ഭയങ്കര വാഞ്ചയാ. എനിക്ക് വചനം അങ്ങോട്ട് താഴോട്ട് വെക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും ഇഷ്ടമാണ് ദൈവവചനത്തോട്. ഞാൻ ഇന്നും അതുപോലെ ദൈവവചനത്തെ ഒത്തിരി സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ വചനം എൻ്റെ വായിൽ കൂടെ പറയാനായിട്ട് എനിക്ക് കഴിയുന്നെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം കർത്താവ് എനിക്ക് തന്നപ്പോൾ ഞാനത് എങ്ങനെയാ അതിന് സ്വീകരിക്കേണ്ടത്? ഒരു വലിയ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചത്. പക്ഷെ അവിടം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയം മാറിയെങ്കിലും ഞങ്ങൾ ഒത്തിരി കഷ്ടതകളിൽ കൂടെ കടന്നുപോയി. ഒത്തിരി കഷ്ടതകൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ റാഡിക്കലായിട്ടുള്ള ഒരു വിശ്വാസിയായി, ഭയങ്കര വിശ്വാസ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും ദൈവം എന്നെ, ഞാൻ ചില കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാ ഈ പ്രത്യേക സാഹചര്യങ്ങൾ പറയുന്നത്. അപ്പോഴത്തേക്കിനും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. പക്ഷെ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ, പിന്നെ അതിനുശേഷം പഠിപ്പിക്കാനുള്ള നിവൃത്തിയില്ല. അതുകൊണ്ട് 2 വർഷം ഞാൻ പഠിച്ചില്ല 10ാം ക്ലാസ് കഴിഞ്ഞ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പഠിക്കാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. എല്ലാ ജോലികളും ചെയ്തു. അമ്മയുടെ കൂടെ എല്ലാ ദിവസവും രാവിലെ കണ്ടത്തിൽ പോകും. അങ്ങനെ കുറേ നാൾ ഈ കണ്ടത്തിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ, അപ്പം എനിക്ക് 15 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പത്തേനും അമ്മ ഓർത്തു, ഇങ്ങനെ ഈ കണ്ടത്തിൽ പോയി ക്ഷീണിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണല്ലോ. അപ്പൊ ചർച്ചിലെ പാസ്റ്റർ പറഞ്ഞു, അവിടെ അടുത്തൊരു ഒരു വീട്ടില് ഇങ്ങനെ പോയി നിൽക്കുവല്ല, അവര് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കോളും, അവര് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രവാചകയായിരുന്നു. ഞാനിപ്പോ അവരുടെ ഒന്നും പേരൊന്നും പറയത്തില്ല, അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറഞ്ഞാല്. അവരുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ വലിയ പ്രതീക്ഷയോടെയൊക്കെ അവിടെ ചെന്നു. എന്നാല് എൻ്റെ ആ പ്രതീക്ഷ പോലെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. കാരണം എനിക്ക് അവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, എല്ലാ പണിയും ചെയ്യണം. ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവും മിടുക്കൊന്നും എനിക്കൊട്ടില്ല എന്നാലും. അപ്പൊ എനിക്കത് വലിയ വിഷമായിരുന്നു. ഞാൻ എത്ര ചെയ്താലും പണി തീരത്തില്ല. അപ്പൊ അവരെന്നെ വഴക്ക് പറയും, പണിയൊന്നും തീരാത്തതുകൊണ്ട്. അതൊക്കെ എനിക്കൊരു ഇച്ചിരി എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ദൈവമാണ് എൻ്റെ പിതാവ് എന്ന് തെളിയിച്ച ഒരു സംഭവം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഈ വീട്ടിലെ കാര്യം പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം രാവിലെ ഇതുപോലെ ചോറ് വെക്കാനായിട്ട് ചോറും കറിയെല്ലാം വെക്കണം. അപ്പൊ അവർക്ക് ഗ്യാസ് ഇല്ല. അതുപോലെ അവര് കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന പണ്ടത്തെ കാലമല്ലേ. അപ്പൊ വലിയ ആഴമുള്ള കിണർ. അപ്പൊ എൻ്റെ വീട്ടിൽ അങ്ങനെ കിണറൊന്നും, ഞങ്ങൾ ആറിന്റെ തീരത്താ താമസിക്കുന്നത്. അപ്പൊ അവിടെ അത്ര പ്രയാസമുള്ളതല്ല. അത് തന്നെയല്ല, ഞാനങ്ങനെ വീട്ടിലെ പണിയൊന്നും അധികം ചെയ്തിട്ടില്ല. എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു. അപ്പോഴത്തേന് അധികം ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്ക് വീട്ടിലില്ലായിരുന്നു. എനിവേ, ഞാനിങ്ങനെ ജോലിയെല്ലാം ചെയ്തിട്ടൊന്നും ഈ അടുപ്പിലെ തീയും കത്തത്തില്ല, ഊതി മടുത്ത്. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നിന്നേച്ച് ഞാനങ്ങ് പൊട്ടിക്കരയുക. കരയുമ്പോൾ അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടൊന്നുമില്ല, ഞങ്ങൾ വിശ്വാസത്തിലോട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ആ ആൻറ്റിയുടെ വീട്ടിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനോട് ഒരു ചോദ്യം, കർത്താവേ, നീ ജീവനുള്ള ദൈവമല്ലേ? ജീവനുള്ള ദൈവമായിട്ട് എനിക്ക് മാത്രം ഒരു അപ്പനെ തരാഞ്ഞത് എന്താ? അതൊരു ന്യായമായ ചോദ്യം പോലെ എനിക്ക് അന്നേരം തോന്നിയത്. ഞാൻ പറഞ്ഞ്, എല്ലാവർക്കും അപ്പനുണ്ട്, അവരെ സ്നേഹിക്കാൻ, അവരെ കരുതാൻ. പക്ഷെ എനിക്ക് മാത്രം ഇല്ലല്ലോ. ഇത് ഇങ്ങനത്തെ ചിന്തയൊന്നുമല്ല. ഞാൻ തകർന്ന് പൊട്ടിക്കരയുവാ ദൈവസന്നിധിയിൽ. അങ്ങനെ കരയുമ്പോഴത്തേക്കിനും അവിടെങ്ങും വേറെ ആരുമില്ല. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞ്, നീ ആ മേളിലോട്ട് നോക്ക്. അപ്പൊ ഞാൻ മേളിലോട്ട് നോക്കുമ്പോ ആ മേളിലത്തെ വീട്ടിലെ
അദ്ദേഹം ഒരു ഫാദർ, അവർക്ക് 3 പിള്ളേരാ. അവരുടെ മക്കള് എന്റെ പ്രായം, എന്നെക്കാട്ടി മൂത്ത പിള്ളേരൊക്കെയാ, മൂത്ത പിള്ളേര്. അപ്പം അവരെ വിളിച്ചിട്ട് അദ്ദേഹം എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ട് ജോലിക്ക് പോവുക. അദ്ദേഹം ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന കാണുന്നത് പലപ്പോഴും ഞാൻ കാണുന്നതാ. പക്ഷേ ദൈവം അന്ന് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതുവരെയും അങ്ങനെ ദൈവം ഹൃദയത്തിൽ സംസാരിക്കുന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നീ നോക്ക്, ഈ മനുഷ്യൻ അവരുടെ ഫാദറിനെ കണ്ടോ, എത്ര സ്നേഹമാ, പക്ഷെ ഈ മനുഷ്യൻ ഇന്ന് മരിച്ചു പോകും. അത് കേട്ടത് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, കർത്താവേ വേണ്ട, എന്നെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മരിപ്പിക്കണ്ട. ഞാൻ ഇങ്ങനെ പറയുന്തോറും കർത്താവ് പറയുക, ഇല്ല, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡേ ആ ഇന്ന്. പക്ഷേ നിന്റെ ഫാദർ അങ്ങനല്ല, ഇറ്റേണൽ ഫാദറാ, ഒരിക്കലും മാറത്തില്ല. ഒരു സമയത്ത് പോലും നിന്റെ പിതാവ് നിന്നെ വിട്ട് മാറത്തില്ല. ഇത് കേട്ടപ്പോഴത്തേക്കിനും ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഭയങ്കര കരച്ചില്ല. അന്ന് ആ വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പം മുഴുവൻ ഞാൻ കരയുക. എനിക്കറിയാം ഇന്ന് ഈ മനുഷ്യൻ മരിച്ചു പോകും. 3 മണിയായപ്പോൾ, അത് അവരുടെ തന്നെ സ്വന്തക്കാരായി അപ്പുറത്തെ വീട്ടിലെ. അപ്പം 3 മണിയായപ്പോൾ അവിടെ ഒരു കോളിംഗ് ബെല്ല് വന്നു. അപ്പം അവര് കോൾ ബെല്ല് വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കതവ് തുറക്കുക. പക്ഷെ പേടിച്ച ഞാൻ കതവ് തുറക്കുന്നത്. കതവ് തുറക്കാൻ ചെല്ലുമ്പോഴേ എൻ്റെ ഹാർട്ടിൽ പറഞ്ഞു, ആ മനുഷ്യൻ മരിച്ചു എന്നുള്ള ന്യൂസും കൊണ്ട് വരിക. ഞാൻ ചെന്നപ്പോഴേ പറയുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറയാൻ എന്നോട് പറയുക. ഞാൻ കിടന്ന് ഭയങ്കര കരച്ചില്ല. അവരുടെ മക്കള് കരയുന്നതിനെക്കാട്ടിലും ഭയങ്കരമായിട്ട് ഞാൻ കരയുക. എനിക്കറിയാം ചെസ്റ്റ് പെയിൻ ആയിട്ടും അഡ്മിറ്റ് ആയി എന്ന് പറയുന്നെങ്കിലും അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്ന് എന്നോട് ദൈവം പറഞ്ഞല്ലോ. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ അദ്ദേഹം മരിച്ചു പോകുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കട. അപ്പൊ അവരെല്ലാം ഓർക്കും, ഈ കൊച്ചിന് ഇത്രയും സങ്കടം എന്ന് അവരൊക്കെ വിചാരിച്ചു. പക്ഷെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം മരിച്ചു. പക്ഷെ അദ്ദേഹം മരിച്ചതിപ്പോഴ് എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ദുഃഖമായിരുന്നു. ആ പിള്ളേരുടെ നിസ്സഹായതയോടുള്ള നിലവിളി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴെല്ലാം ദൈവം എന്നോട് പറയുക, മനുഷ്യനും മനുഷ്യന്റെ സ്നേഹവും ഇത്രയേ ഉള്ളൂ. പക്ഷെ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും മാറത്തില്ല. ഒരിക്കലും മാറുന്നവനല്ല ദൈവം. ഒരിക്കലും നിന്റെ പിതാവ് നിന്നെ വിട്ട് മാറത്തില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ അന്ന് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാതെ നിൽക്കുന്ന സമയം അവരെന്നെ പഠിപ്പിക്കാൻ വിടാന്ന് പറഞ്ഞിട്ട് അവര് വിട്ടില്ല. അവര് ഒന്നും ചെയ്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കാം. അപ്പൊ അവർക്ക് അന്ന് ആടൊക്കെ ഉണ്ട്. ആടിന് പുല്ല് പറിക്കാനായിട്ട് ദാവീദ് പോകുന്നത് പോലെ പുൽപ്പുറത്തിൽ പോയിരുന്നുകൊണ്ട് ഞാൻ നിലവിളിച്ച് കരയും, കർത്താവേ, ദൈവം തന്ന ഓരോ വചനങ്ങളും. അന്നൊക്കെ വചനമൊക്കെ ആര് പ്രസംഗിച്ചാലും അത് മുഴുവൻ ഞാനങ്ങ് ഒപ്പിയെടുക്കും. എൻ്റെ ഹാർട്ടിലങ്ങ് എഴുതുക. അപ്പൊ ഞാൻ അതെല്ലാം ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാം വിശ്വാസത്തോടെ ഏറ്റുപറയും. വചനങ്ങളെല്ലാം വിശ്വാസത്തോടെ ഏറ്റുപറയും. അപ്പം ദൈവം എന്നോട് പറയും, ഞാൻ നിന്നെ താങ്ങും, എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. അങ്ങനെയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കൊണ്ട് ദൈവം എന്നെ ഉറപ്പിച്ചു. അങ്ങനെ അവിടുന്ന് 2 മാസം കഴിഞ്ഞ്, 2 മാസത്തെ കാലേ ഉള്ളായിരുന്നു. പക്ഷെ ആ കാല അളവില് ദൈവം ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നപ്പം ഇവരുടെ പ്രവൃത്തി കൊണ്ടോ എന്തോ അമ്മയ്ക്ക് ഇച്ചിരി വിശ്വാസത്തിൽ നിന്ന് കുറവായി. എന്തായാലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒരു മനുഷ്യനെ ഞങ്ങളുടെ നാട്ടിലേക്ക് വിട്ടു. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലൊരു സുവിശേഷ വേല തുടങ്ങി. ഞങ്ങൾ മാത്രമായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെ തന്നെ ഇരുത്തി വചനം പഠിപ്പിച്ചു. ഞങ്ങളെ ഇരുത്തി വചനം പഠിപ്പിച്ച് ഞങ്ങളെ സ്നാനപ്പെടുത്തിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു. ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച്, കാരണം ദൈവം എന്നോട് പറഞ്ഞു, നീ എനിക്ക് സ്പെഷ്യലാ. എപ്പോഴും ദൈവത്തിന് ഞാനൊരു സ്പെഷ്യലായിട്ട്, അത് ദൈവം എന്നെ സ്നേഹിച്ചു. അനാഥരുടെ പിതാവ്, വിധവയ്ക്ക് കാന്തനായ ദൈവം, ആ സഹായമില്ലാത്ത എളിയവനെ വിടുവിക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും വേറൊരു വീട്ടിൽ പോകേണ്ടി വന്നു. ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും എന്താ സംഭവം എന്ന് ചോദിച്ചെന്നാല്, അന്നേരം എൻ്റെ വല്യമ്മച്ചി മരിച്ചിട്ട്, എൻ്റെ അമ്മയുടെ അമ്മ മരിച്ചിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. അപ്പൊ ഞാൻ കൊച്ചതല്ലേ, എനിക്ക് വലിയ പേടിയാ. അവരെനിക്കൊരു മുറി തന്നു കിടന്നുറങ്ങാൻ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ കിടന്ന് തന്നെ ഉറങ്ങാൻ. അപ്പൊ ഞാൻ എന്നാ എടുക്കുന്നറിയോ, രാത്രി മുഴുവൻ ഇരുന്ന് വചനം വായിക്കും. രാത്രി മുഴുവൻ ഇരുന്നുകൊണ്ട് ബൈബിള് വായിച്ച് എല്ലാം നോട്ട് എഴുതും. അങ്ങനെ നോട്ട് എഴുതി
ദൈവത്തിന്റെ അത്ഭുതത്തില് ദൈവം എന്നെ വചനം പഠിപ്പിച്ചു. ദൈവം ഇരുന്ന് എന്നെ വചനം പഠിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ അത്ഭുതത്താല് ദൈവം എന്നെ വചനത്തിലേക്ക് കൂടുതൽ കൂടുതൽ വചനത്തെ സ്നേഹിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചു അമ്മയുടെ കൂടെ കണ്ടത്തിൽ തന്നെ പോയാൽ മതി. അങ്ങനെ ഞങ്ങൾ കണ്ടത്തിൽ തന്നെ പണിക്ക് പോയി തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞങ്ങളുടെ സുവിശേഷം, അപ്പൊ ഞങ്ങൾ എല്ലായിടത്തും പോയി സുവിശേഷം പറയും. ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വീട്ടിലും ഞങ്ങൾ കയറി ഇറങ്ങി സുവിശേഷം പറയും. അപ്പൊ ഈ കണ്ടത്തിൽ പോകുമ്പോഴും ഞങ്ങൾ ഈ ദൈവവചനം പറയും. അങ്ങനെ ഒരു അമ്മച്ചി രക്ഷിക്കപ്പെട്ടു. ആ അമ്മച്ചിക്ക് കുറേ കണ്ടവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, നിങ്ങൾ ഈ കണ്ടത്തിൽ മാത്രം ജോലി ചെയ്താൽ മതി, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് വചനം പറയാം. അപ്പൊ അങ്ങനെ എനിക്ക് വചനത്തിന്റെ സ്കൂളായിരുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ദൈവവചനം പറയാം. അവിടെ 100ഉം 200ഉം പെണ്ണുങ്ങൾ പണിക്ക് വന്നാൽ ഒറ്റ എണ്ണത്തിന് വേറെ ഒരൊറ്റ കാര്യം പറയാൻ പറ്റത്തില്ല. വചനം മാത്രമേ ഉള്ളൂ. എല്ലാരും വചനം കേൾക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു 2 years എന്ന് പറഞ്ഞാൽ, ഞാൻ ആ 2 വർഷം പഠിക്കാതിരുന്ന കാലം അത്ഭുതത്തിന്റെ കാലമായിരുന്നു. ആ നാട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വരും പ്രാർത്ഥിക്കാൻ വിളിക്കാൻ. ആരെങ്കിലും മരിച്ചു പോയാൽ അവിടെ പാടാനായിട്ട് ഞങ്ങളെ വിളിക്കാൻ വരും. കാരണം ഞങ്ങൾ ഇതിന് പോകാൻ റെഡി ആയിട്ടിരിക്കുക. ഇതാ ഞങ്ങളുടെ ജീവിതം. ഞാനും എൻ്റെ അമ്മയും ഫ്രണ്ട്സിനെ പോലെ ഇങ്ങനെ ഒത്തിരി ഓടി നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 2 വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു. പ്രീ ഡിഗ്രിക്കുള്ള ഒരു അവസരം ദൈവം തന്നു. അതൊക്കെ ഒത്തിരി പറയാനുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ സമയമില്ല. അവിടെ ഞാൻ പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം വീണ്ടും ഒരു വർഷം, അത് ആ പ്രീ ഡിഗ്രിക്ക് ഞാൻ പോകുമ്പോൾ അതും വലിയ അത്ഭുതം. എനിക്ക് ഒരു പുസ്തകവും ഇല്ല പഠിക്കാനൊന്നും. 2 വർഷം കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്. പുസ്തകമൊന്നും മേടിക്കാൻ കാശും ഇല്ല. ആകെപ്പാടെ 4 ബുക്ക് 5 ബുക്ക് അമ്മ മേടിച്ചു തന്നു. ആ ബുക്കിന്റെ ഫ്രണ്ടിലും ലാസ്റ്റിലും നടുക്കും എല്ലാം നോട്ട് എഴുതും. അങ്ങനെയാ പഠിക്കുന്നത്. പക്ഷെ 100 പിള്ളേരുള്ള എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ എല്ലാത്തിനും ജയിച്ച ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ എന്നെ അറിയുന്നത്. അയ്യോ, ഇങ്ങനൊരു കൊച്ചി ക്ലാസ്സിലുണ്ടായിരുന്നു. എനിവേ അവരെന്നെ ഒത്തിരി സഹായിച്ചു. പിന്നെ സെക്കൻഡ് ഇയറിൽ ഞാൻ അങ്ങനെ പ്രീ ഡിഗ്രി പാസ്സായി. പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാൻ കാശൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പിള്ളേരെ എല്ലാം ട്യൂഷൻ എടുക്കും. ഒത്തിരി 10ാം ക്ലാസ് വരെ ട്യൂഷൻ എടുക്കും. അങ്ങനെ ആ ട്യൂഷൻ എടുത്ത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീണ്ടും BSc പഠിക്കാൻ പോയി. CMS കോളേജിൽ എനിക്ക് BSc അഡ്മിഷൻ കിട്ടി. അന്ന് എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ, BSc ഒക്കെ പഠിച്ച് നല്ലപോലെ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച്, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ വെച്ചാൽ നല്ലപോലെ ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഈ മിഷണറിമാരുടെ എല്ലാം ബുക്ക് വായിക്കണം. ഭയങ്കര ഇഷ്ടമാണ് മിഷണറീസിനെ. അപ്പൊ ആ ബുക്ക് വായിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്രയെല്ലാം ആഗ്രഹിച്ച് പോയത്. എനിവേ ഞാൻ അവിടെ BSc കഴിഞ്ഞ് ഞാൻ നേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അവസാനം ഞാൻ നേഴ്സിങ്ങിന് പോവുക. അവിടെ പിന്നീട് ദൈവം ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളും എല്ലാം, പല ദിവസം ഫുഡില്ലാതെ വരികയും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ എല്ലാം ദൈവം കൂടെ ഇരിക്കുക. ഒരു ന്യൂ ബോൺ ബേബിയെ ദൈവം കരുതുന്നത് പോലെ ദൈവം ഞങ്ങളെ കരുതി, ദൈവം ഞങ്ങളെ നടത്തി. നിന്ദിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ ഒത്തിരി നിന്ദകൾ അനുഭവിച്ചു. പക്ഷെ അവിടെ എല്ലാം ദൈവ സാന്നിധ്യം, അതാ ദൈവ സാന്നിധ്യം ഉള്ളപ്പോൾ ഈ ഒന്നും നമുക്ക് തോന്നത്തില്ല. നമ്മളെ മറ്റുള്ളവർ തള്ളിക്കളയുമ്പോൾ നീ കൊള്ളാത്തതാന്ന് പറഞ്ഞാലും നമുക്കൊന്നും തോന്നത്തില്ല. കാരണം ഈ വലിയവനായ ദൈവം നമ്മുടെ പക്ഷത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്നാ പേടിക്കാനാ. അപ്പൊ അങ്ങനെ ഒരു ധൈര്യമായിരുന്നു. അങ്ങനെ വളരെ ഉത്സാഹത്തോടെ ജീവിച്ചു വന്ന സമയത്താണ് ഞാൻ നേഴ്സിങ്ങിന് പോകുന്നത്. ഞാൻ നേഴ്സിങ്ങിന് പോയത്, ഞാൻ ബൊക്കാറോയിലെ സ്റ്റീൽ പ്ലാന്റിന്റെ ഹോസ്പിറ്റലിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി പോവുക. അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചെന്നാല്, എനിക്ക് ഒരു 22ാം തീയതിയാ 22ാം തീയതി 8:30ക്കാണ് അവിടെ എത്തേണ്ടത്. ഞാന് 22ാം തീയതി 8:30ക്ക് പകരം അപ്പൊ ഞാൻ 22ാം തീയതി 8:30ക്ക് ഞാൻ പോകാനായിട്ടിരിക്കുമ്പോ എനിക്ക് നേഴ്സിങ്ങിന് പോകാൻ ഒട്ടും ഇഷ്ടമില്ല. എന്നിട്ട് പോകാതിരുന്നിരുന്നിരുന്ന് അവസാനം അതിന്റെ ലാസ്റ്റ് ഡേ ആയപ്പോഴാണ് എന്നെ വേറൊരു സിസ്റ്റർ എൻകറേജ് ചെയ്തിട്ട് പോയേക്കാന്ന് വെച്ചത്. അങ്ങനെ പോകാൻ ചെന്നപ്പോ ടിക്കറ്റും ഒന്നും കിട്ടിയില്ല. ചുമ്മാതെ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലെ ടിക്കറ്റാ. അപ്പൊ അവിടെ ചോദിച്ചപ്പം, കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചപ്പോ അവര് പറഞ്ഞ്, നീ 22ാം തീയതി തന്നെ 22ാം തീയതി 21ാം തീയതി എത്തുമെന്ന് പറഞ്ഞു. 22-നാണല്ലോ ടെസ്റ്റ്, 21-ന് എത്തുമെന്ന് അവർ തെറ്റിച്ചു പറഞ്ഞതാ. എനിവേ അവരുടെ തെറ്റ് കാരണം ഞങ്ങൾ യാത്ര തിരിച്ചെന്ന് ഞാൻ തന്നെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ഈ 4 ദിവസത്തെ യാത്ര ട്രെയിനിൽ പോവുക. പക്ഷെ വിശ്വാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും എനിക്കറിയത്തില്ല, വിശ്വാസം മാത്രം. അപ്പൊ ആ വിശ്വാസത്തോടെ ഞാനങ്ങ് പോവുക. അവിടെ മദ്രാസിൽ ചെന്നപ്പോ, അന്ന് മദ്രാസിൽ വെച്ച് ബ്രേക്ക് ജേർണിയാ. മദ്രാസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ ട്രെയിൻ 22ാം തീയതി
12:30 എത്തത്തുള്ളൂ. അപ്പൊ എനിക്ക് ടെസ്റ്റ് 22-ാം തീയതി 8:30. ഈ റെയിൽവേ സ്റ്റേഷനിൽ നേരത്തെ അറിഞ്ഞത് 21-ാം തീയതി എത്തുമെന്നാ. അപ്പൊ അതുകൊണ്ടാ യാത്ര തിരിക്കുന്നത്. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞു 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 ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് കരയുക. ഭയങ്കര കരച്ചില. അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ദൈവത്തിന്റെ ആത്മാവിനോട് പറയാ, നീ ഇയ്യോബിനെ കണ്ടിട്ടില്ലേ? ഇയ്യോബ് എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു. പക്ഷെ ഇയ്യോബിന് ദൈവം വിടുവിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇയ്യോബിനെ പോലെ അല്ലല്ലോ ഞാൻ എന്തുമാത്രം ഞാനും ദൈവമായിട്ട് ഇങ്ങനെ കരഞ്ഞു ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴുണ്ട് അടുത്തിരിക്കുന്ന രണ്ടുപേര്, അവര് മലയാളികളാ. അപ്പൊ എന്റെ കയ്യിൽ ഒരു കൂടുണ്ട്, അതായത് മലയാളം എഴുതിയിരിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഇതൊരു മലയാളി കൊച്ചാണ്. അപ്പൊ അവര് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ ഇവരെ നോക്കും. അപ്പൊ ഞാൻ കണ്ണടച്ചിരിക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ അവരെന്നോട് ചോദിച്ചു, മോൾ എവിടെ പോവും? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ബൊക്കാറോയ്ക്ക് പോവായിരുന്നു, പക്ഷെ എനിക്ക് ആ ടെസ്റ്റ് എഴുതാൻ പറ്റത്തില്ല, ഞാൻ തിരിച്ചു പോവുക. അപ്പൊ ഉടനെ അവര് പറഞ്ഞ്, ഞാനിങ്ങനെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവം പറയുക, ആ ടെസ്റ്റ് ദൈവം മാറ്റിവെച്ചാലോ? അപ്പൊ ഞാൻ പറയാ, അതെങ്ങനാ മാറ്റി വെക്കുന്നത്? ടെസ്റ്റ് ഇത്രയും വലിയൊരു കമ്പനിയുടെ ടെസ്റ്റ് ഒക്കെ ഇതുപോലൊക്കെ മാറ്റി വെക്കാൻ പറ്റുമോ? പക്ഷെ ദൈവം പറയുക ആ ടെസ്റ്റ് മാറ്റി വെക്കും. ഞാനത് കേട്ടിട്ട് ഇങ്ങനെ വല്ലാതെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യന്മാര് മിണ്ടുന്നത്. അപ്പൊ അവരെന്നോട് ചോദിച്ചു എവിടെ പോവാന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എല്ലാ ഹിസ്റ്ററിയും പറഞ്ഞു. എനിക്ക് അങ്ങനൊന്നും അറിയത്തില്ല. അയ്യോ ഇതൊന്നും പറയല്ലേ, അവർ അറിവില്ല, അറിയാത്തവരല്ലേ. പക്ഷെ എനിവേ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ അവിടെ ചെന്ന നിനക്ക് TADA ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ ഇങ്ങനെ പൈസ ഇല്ലാത്തടത്ത് ഒരു വീട്ടുകാരോട് കടം മേടിച്ച് 600 രൂപയും കൊണ്ടാ വരുന്നേ എന്നൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു, അവിടെ ചെന്ന TADA ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ ആ പൈസ കിട്ടും, അത് കാരണം നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാനങ്ങ് സമ്മതിച്ചു. അവരെനിക്ക് റിസർവേഷനും എല്ലാം കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ യാത്ര തിരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പേടിയായത്. അയ്യോ ഇവരുടെ കൂടെ പോയിട്ട് ഇവരെന്നെ വല്ലയിടത്തും കൊണ്ട് കളഞ്ഞാൽ വല്ലവരും അറിയുമോ? അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ബോധം വന്നു. ഞാൻ വളരെ അലേർട്ടായിട്ടിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവസന്നിധി. കർത്താവേ, നീ അല്ലാതെ എനിക്ക് ആരുമില്ല. അപ്പൊ ഇവര് പറയുക, ഇങ്ങനെ ഒരു കൊച്ചിനെ ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടോ? ഞാൻ പേടിച്ചിട്ടാ പ്രാർത്ഥിക്കുന്നത്. ആ 3 ദിവസവും ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥനയായിരുന്നു. എനിവേ അത്ഭുതത്തിൽ പരാത്ഭുതം. ഈ ട്രെയിന് സമയത്തിന് മുമ്പേ അവിടെ എത്തുകയും ചെയ്ത്. 22-ാം തീയതി 12:30 എത്തേണ്ട ട്രെയിന് 12 ആയപ്പോഴേ എത്തി. പക്ഷെ എന്നിട്ട് 12:30 അവർ കാത്തിരുന്ന് എത്താൻ വേണ്ടി. എനിവേ ഞാൻ അവിടെ ചെല്ലുമ്പം സ്വർഗത്തിലെ ദൈവം ആ ടെസ്റ്റ് മാറ്റിവെച്ചു. ആ ടെസ്റ്റ് മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ല. ഞാനപ്പോ എന്റെ കൂട്ടത്തിൽ ആ 2 പേരുണ്ടായിരുന്നില്ല. ഒരാൾ ഇച്ചിരി വയസ്സുള്ള ആളാ. അപ്പൊ ആ ആൾക്ക് എന്റെ ഒരു ഫാദർ ആവാനുള്ള പ്രായമുണ്ട്. അപ്പൊ ഞാനോർത്ത് അദ്ദേഹം എന്നെ സഹായിക്കുമായിരിക്കും. പക്ഷെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോണ്ട് എന്നെ കാണാതെ അദ്ദേഹം പൊക്കളഞ്ഞു. അപ്പൊ വേറൊരു പ്രായം കുറഞ്ഞൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. അത് അവിടുത്തെ ഒരു CSFലെ ആളായിരുന്നു. എനിവേ അദ്ദേഹം എന്നെ ഹെൽപ്പ് ചെയ്ത് ആ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിങ്ങിലെല്ലാം കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതുപോലെ രാവിലെ 2000 പേര് കൂടെ 2000 3000 ഒക്കെ കാണുമായിരിക്കും. ഒത്തിരി ആൾക്കാരാ ടെസ്റ്റിന് വന്ന ആൾക്കാർ മുഴുവനും 8:30 വന്ന് കുറേ ഫോം എല്ലാം ഫില്ല് ചെയ്ത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ 8:30 ടെസ്റ്റ് 2:30 മാറ്റി വെച്ചേക്കാം. എന്തിനാണെന്ന് ഇന്നും ഒരു മനുഷ്യർക്കും അറിയത്തില്ല. പക്ഷെ എനിക്കറിയാം, ദൈവം അത് മാറ്റിവെച്ചു. ദൈവം എനിക്ക് വേണ്ടി അത് മാറ്റിവെച്ചു. അങ്ങനെ ഞാൻ 2:30 ഞാൻ ചെന്നപ്പോഴാണ് ടെസ്റ്റ് എഴുതുന്നത്. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് എഴുതി ഞാൻ അവിടെ നേഴ്സിങ്ങിന് കയറുന്നത്. ഒരു പൈസ പോലും കൊടുക്കാതെ. കർത്താവിനോട് പറഞ്ഞല്ലോ, ഞാൻ സ്പെഷ്യൽ കേസാണ്, അവൻ എൻ്റെ ഫാദറാണെന്ന്. ഒരു പൈസ പോലും കൊടുക്കാതെ നേഴ്സിംഗ് മുഴുവൻ 4 വർഷവും പഠിക്കാൻ എനിക്ക് ഇങ്ങോട്ട് സ്റ്റൈഫൻഡ് കിട്ടി. കർത്താവ് എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നേഴ്സിംഗ് കഴിഞ്ഞു. ദൈവം അവിടെയും ഭയങ്കര അത്ഭുതങ്ങള്. 6 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ പഠിത്തം കഴിഞ്ഞില്ല. 6 വർഷമായപ്പോഴത്തേക്കിനും ദൈവം എന്നാ ചെയ്തതെന്ന് വെച്ചെന്നാല്, പലരും പറഞ്ഞു അവിടെ കൗൺസിൽ അടച്ചുപോയി, ഇതൊന്നും നടക്കത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് പരീക്ഷ നടക്കാത്ത ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ പുതിയതായിട്ട് അവർ ഹയർ ചെയ്തു. അങ്ങനെ ദൈവം ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അങ്ങനെ അതിനുശേഷം ദൈവ കൗൺസിൽ തുറപ്പിച്ചു. 4 വർഷത്തിന് പകരം 6 വർഷം ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ എന്തിനാ 2 വർഷം കൗൺസിൽ അടച്ചു പോയെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ ഹിതമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ശോധനകളിൽ കൂടെ പോകുമ്പോഴേ നമ്മൾ ദൈവത്തെ അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ 6 വർഷം പഠിച്ച് നേഴ്സായി. നേഴ്സായതിന് ശേഷം 93-ല് ദൈവം അത്ഭുതം പ്രവർത്തിച്ച് എന്നെ ഒരാൾ വിവാഹം കഴിക്കാനിടയായി. അപ്പം എൻ്റെ അമ്മയും ഞാനും കൂടെ കണ്ടെത്തി പോകുമ്പോൾ അമ്മ ഇങ്ങനെ വിളിച്ചു പറയും,
എൻ്റെ കൊച്ചുങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങോട്ട് ചോദിച്ചു വരും. അവർക്ക് മാത്രമേ ഞാൻ കൊടുക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങോട്ട് ചോദിച്ച് ഇത് മാത്രം മതിയെന്ന് പറഞ്ഞ് ഒരാൾ വന്ന് കല്യാണം കഴിച്ചു. അദ്ദേഹം ഒരു യാക്കോബ കുടുംബത്തിൽ നിന്ന് അവര് IPC ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഫാമിലിയായിട്ട് അവർ വിശ്വാസത്തിലായിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പം എൻ്റെ അനിയത്തിയുടെ കല്യാണം. വിശ്വാസത്തിന്റെ വാക്കുകൾ എപ്പോഴും സംഭവിക്കും. അതാ ഞാൻ പറയുന്നത്. നമ്മൾ ഒന്നും കണ്ടിട്ടല്ല വിശ്വാസത്തിന്റെ വാക്ക് പറയേണ്ടത്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ വിശ്വാസത്തോടെ പറഞ്ഞു. എൻ്റെ അനിയത്തിക്കും അതുപോലെ തന്നെ ദൈവം ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹം ഇതുപോലെ കാത്തലിക്കിന്ന് വിശ്വാസത്തിൽ വന്നതാ. പക്ഷെ അത്ഭുതം, അദ്ദേഹത്തിന് ഇത് മതി, ഈ കല്യാണം മതി എന്നും പറഞ്ഞ് തപ്പി വരിക. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല, ദൈവമായിട്ട് ദൈവം കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളായതിന് ശേഷം വീണ്ടും 2000-ല് ഞങ്ങള് ബൊക്കാറോയിൽ നിന്ന് പോരാനായിട്ട് സ്വർഗത്തിലെ ദൈവം പറയുക, കർത്താവിനോട് പറയാ, പ്രാർത്ഥിക്കുമ്പം മേഘം പൊങ്ങാൻ സമയമായി, ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഒരു യാതൊന്നും കാണാതെ ഞങ്ങൾ നാട്ടിലേക്ക് പോയി. നാട്ടിൽ ചെന്ന് ഞങ്ങൾക്കൊന്നുമില്ല. ഞാൻ അവിടെ 1500 രൂപയ്ക്ക് ജോലിക്ക് കയറി ഒരു ഹോസ്പിറ്റലില്. പക്ഷെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് ഒരു എന്നാ പറയുന്നത്, നമ്മളിങ്ങനെ പുകച്ച് ചാടിക്കുക എന്ന് പറയത്തില്ലേ, അതുപോലെ ദൈവം പലതരത്തിൽ പുകച്ച് ചാടിച്ച് അത്ഭുതം പ്രവർത്തിച്ച് ഞാൻ ഈ ഏജൻസി ചേർന്ന് ഞാൻ CGFNS പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പം അവിടെയും ഭയങ്കര ശോധനകളാ. അതിന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, നീ ഒരിക്കലും അമേരിക്കയ്ക്ക് പോകത്തില്ല. അതിന്റെ ഏറ്റവും വലിയ ഡയറക്ടറാ അദ്ദേഹം. എന്നെയും എൻ്റെ ഭർത്താവിനെയും കാണാൻ വിളിപ്പിച്ച. അപ്പൊ എനിക്കും നല്ലപോലെ ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, എൻ്റെ ഭർത്താവിനും നല്ലപോലെ ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല. അപ്പൊ ഇത് കണ്ടപ്പോ ഇയാള് പറയാം, നിങ്ങൾ എങ്ങനെ അമേരിക്കയ്ക്ക് പോകുന്നു, ഈ പരീക്ഷയൊന്നും നീ പാസ്സാവാൻ പോകുന്നില്ല. അപ്പൊ എൻ്റെ കൊച്ചുങ്ങൾ കുഞ്ഞു പിള്ളേർ, 6 വയസ്സും 4 വയസ്സേ ഉള്ളൂ. ഈ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് നീ എങ്ങനെ പഠിച്ച് പാസ്സാകാനാ? പക്ഷെ അന്നേരം ഒരു പൊട്ടിയെ പോലെ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു, ഞാൻ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ആ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു, നീ ഈ വിശ്വാസം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ നിന്നോട് പറയാം, അങ്ങനെ സംഭവിച്ചെങ്കിൽ, നീ അമേരിക്കയ്ക്ക് പോയെങ്കിൽ അന്ന് ഞാൻ നിനക്ക് സോറി പറഞ്ഞ് നിനക്ക് ഇമെയിൽ എഴുതാം. പക്ഷെ ദൈവം എന്നാ ചെയ്തെന്നറിയാവോ? 100-200 പിള്ളേർ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം എല്ലാം പാസ്സായി ഫസ്റ്റ് ഫാമിലി ആയിട്ട് ഞാൻ അമേരിക്കയിൽ വന്നു. ഞാൻ അമേരിക്കയിൽ വരെ എനിക്ക് വിസ കിട്ടിയതിന് ശേഷം ഇദ്ദേഹത്തെ ഞാനൊരു ഒരു ലിഫ്റ്റിൽ വെച്ച് കണ്ടു. അപ്പോഴത്തേനും എന്നെ കണ്ട ഉടനെ അദ്ദേഹം പറയാ, അയ്യോ ജലജ, ഐ എം വെരി സോറി, ഞാൻ പറഞ്ഞതുപോലെ അല്ല, നീ ആദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകുന്നത്. അങ്ങനെ ഞാനാണ് അവരുടെ ഫസ്റ്റ് ഫാമിലി ടു അമേരിക്ക. അതാ ദൈവത്തിന്റെ വലിയ അത്ഭുതം. അങ്ങനെ ദൈവത്തിന്റെ അത്ഭുതത്താൽ ഞാൻ 2004 അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം ദൈവം ഒത്തിരി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ദൈവം എല്ലായിടത്തും ഒരു സ്വന്തം കുഞ്ഞിനെ എങ്ങനെ ഒരു പിതാവ് പരിപാലിക്കുവോ അതുപോലെ തന്നെ ദൈവം എന്നെ എല്ലാ സ്ഥാനത്തും പരിപാലിച്ചു. ഞങ്ങള് ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ദൈവം നേരത്തെ തന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള താമസ സ്ഥലവും എല്ലാം ദൈവം അറേഞ്ച് ചെയ്തു. അവിടെ ഞാൻ ഫ്ലോറിഡയിൽ വന്ന് 3 വർഷം ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ അറ്റ്ലാന്റയിൽ വന്നു. ഇപ്പം ഞാൻ അറ്റ്ലാന്റയിൽ എത്തിയിട്ട് 19 years ആയി അറ്റ്ലാന്റയിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ദൈവം വലിയ അത്ഭുതം പ്രവർത്തിച്ചു. ഇതിനിടയിൽ എൻ്റെ കുഞ്ഞുങ്ങള് അവരും ദൈവകൃപയിൽ വളർന്നു വരാനായിട്ട് ഇടയായി തീർന്നു. അവർ പഠിച്ച് അവർ 2 പേരും ഡോക്ടേഴ്സായി. ഇന്ന് എൻ്റെ മോള് ഇന്റേണൽ മെഡിസിൻ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു. മോന് അവന്റെ മെഡിക്കൽ സ്കൂൾ റെസിഡൻസി തീർന്നിട്ട് ഇപ്പം ഈ ജൂണിൽ അവന്റെ റെസിഡൻസി തീരും. അവനും പുതിയ ജോലി കിട്ടി. അവനും ഒരു സർജനായിട്ട് ജോലി ചെയ്യാൻ ദൈവം ഇടയാക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എന്നാ പറയുന്നേ, റെഡ് സീയുടെ നടുവിൽ ഒരു വഴിയുണ്ടെന്ന് ആര് കണ്ടു? ആർക്കും കാണാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ദൈവം. ഇരമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ 7-8 പറയുന്നുണ്ട്, യഹോവയെ തന്നെ ആശ്രയമാക്കുന്നവൻ, യഹോവയിൽ തന്നെ ആശ്രയിക്കുന്നവൻ അവൻ ഭാഗ്യവാനാണ്. അവന്റെ ജീവിതം ഭാഗ്യമുള്ളതാ. അവൻ ഉഷ്ണം തട്ടിയാൽ ഒന്നും വാടത്തില്ല. അവന്റെ ജീവിതത്തിൽ എല്ലായിടത്തും ദൈവം സഹായിക്കും. ഞാൻ റീസെന്റ് നടന്ന എൻ്റെ അമ്മേനെ
അമ്മ ഇപ്പോഴും ഉണ്ട്. അമ്മയ്ക്ക് ഡിമെൻഷ്യ ആണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അമ്മ ഇവിടെ വന്നപ്പോൾ ഞാൻ ഗ്രീൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ അമ്മയ്ക്ക് ഒരു ലെറ്റർ വന്നു ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ, നിനക്ക് കിട്ടത്തില്ല, കുറെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അവര് പറഞ്ഞ പേപ്പേഴ്സ് ഒന്നും എനിക്ക് ഒരു കാലത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ പേപ്പർ കൈ വെച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഞങ്ങളുടെ ദൈവം, നിനക്ക് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ആ നിലവിളിയുടെ മുമ്പിൽ തകർന്ന ഹൃദയത്തോടെ നിലവിളിച്ചു. നിങ്ങൾക്കറിയണോ, അത്ഭുതത്തിന്റെ ദൈവം പിറ്റേ ദിവസം അമേരിക്കയുടെ ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ ലെറ്റർ കിട്ടിയിട്ട് അത് മാറ്റുമോ? പക്ഷെ മാറ്റി. ദൈവം എന്നെ എന്ന് പറയാ, പിറ്റേ ദിവസം വേറൊരു ലെറ്റർ, നിന്റെ ഗ്രീൻ കാർഡ് അമ്മയുടെ ഗ്രീൻ കാർഡ് അപ്രൂവൽ ആയി എന്നും പറഞ്ഞു. ഐ കുഡന്റ് ഈവൻ ബിലീവ് ഇറ്റ്. ഞാൻ തന്നെ അയ്യോ എന്ന് പറഞ്ഞ് എന്റെ തലേ കൈവച്ചുകൊണ്ടിരുന്നു പോയി. അത്രയ്ക്കും പ്രവർത്തിക്കുന്ന ദൈവമാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞാൻ പറയാ, ഇപ്പോഴും ആ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ ദൈവത്തിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 15:4 പറയുന്നത് പോലെ കർത്താവിനോട് ചേർന്നിരുന്നാൽ മാത്രമേ ഉള്ളൂ ഇപ്പോഴും ജീവിക്കാൻ പറ്റത്തുള്ളൂ. എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആ കൊമ്പിലല്ലെങ്കിൽ, ആ കൊമ്പ് മുന്തിരിവള്ളിയിൽ, ആ കൊമ്പും മുന്തിരിവള്ളി ഒരുമിച്ചല്ലെങ്കിൽ, ആ ഒരു ജീവരസം ഒഴുകുന്നില്ലെങ്കിൽ ഒന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട്, അതേ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നല്ലോ, 34 സങ്കീർത്തനത്തിൽ പറയുന്നല്ലോ, അവന്റെ മുഖത്തേക്ക് നോക്കി ആരുടെയും മുഖം ക്ഷീണിച്ചു പോയിട്ടില്ല. അവരാരും ലജ്ജിതരാകാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. അങ്ങനെ സമ്മതിക്കാതെ ഒരു വലിയ അത്ഭുതം. ഞാൻ ഈ 3 ആഴ്ചക്ക് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസപ്പെട്ട ഒരു സാഹചര്യം വന്നു. ഒത്തിരി വിഷമത്തോടെ ഞാൻ നിലവിളിച്ചു. ആ സമയത്ത് ഞാനൊരു ഫാസ്റ്റിംഗ് പ്രയറിന് പോയി. എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ 14 വയസ്സിൽ ദൈവം സംസാരിച്ച വചനങ്ങൾ തൊട്ട് കഴിഞ്ഞ ദിവസം വരെ സംസാരിച്ച, എന്നോട് വാക്തത്വം പറഞ്ഞ് എല്ലാ വാക്യങ്ങളും ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവേ നീ ജീവിക്കുന്നവനെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, എനിക്ക് ഒരു സംശയവും ഇല്ല. അങ്ങനെ വലിയവനായ ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ എൻ്റെ ഈ ദൈവം എന്നെ നടത്തിയ വഴികളെ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. ഇത് കേട്ടവരുടെ എല്ലാ ഹൃദയത്തില് ആ ദൈവത്തിലുള്ള ശരണം, അതെ അവന്റെ ആശ്രയത്തിനായിട്ട് അവന്റെ ശരണത്തിൽ വന്ന ഒരു മനുഷ്യർക്കും ഒരിക്കലും ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല, കഷ്ടതയും പ്രയാസവും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. കഷ്ടതയുടെ തീച്ചൂളയാണെങ്കിലും ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ചൂള 7 മടങ്ങ് ചൂട് കൂട്ടിയാലും 4മനായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അത് സിംഹത്തിന്റെ വായടയ്ക്കുന്ന ഒരു ദൈവം, ദാനിയേലിന്റെ ദൈവം. അത് എല്ലാവരും സഹോദരന്മാർ പോലും തള്ളിക്കളഞ്ഞാലും ജോസഫിനെ ഉയർത്തുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ ദൈവത്തിന്റെ പ്രവർത്തികളെ കേട്ടതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരും ദൈവം സഹായിക്കട്ടെ. Thank you, Pastor Matthew. Oh, thank you. Praise Thank the you. Lord. Thank you.